അമേരിക്കയിൽ നാശം വിതച്ച് ചുഴലിക്കാറ്റ്. കഴിഞ്ഞ ദിവസം മധ്യ അമേരിക്കയിൽ ഉടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും 33 പേരാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്നും ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 33 പേരുടെ മരണമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. പരിക്കേറ്റവർ നിരവധിയാണ്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതും വലിയ ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മറിഞ്ഞു കിടക്കുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അർക്കൻസാസ്, ഇല്ലിനോയസ്, മിസിസിപ്പി, മിസോറി എന്നിവിടങ്ങളിലാണ് ന്യൂനമർദ്ദം മൂലമുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റും ഇടിമിന്നലും ഉണ്ടായത്. കാൻസാസിൽ 50-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. കടുത്ത പൊടിക്കാറ്റിനെ തുടർന്നാണ് ഈ അപകടമുണ്ടായത്. തെക്കൻ മിസോറിയിൽ 2 മരണങ്ങൾ സ്ഥിരീകരിച്ചു. അർക്കൻസാസിൽ 3 മരണവും 29 പേർക്ക് പരിക്കേറ്റതായും സംസ്ഥാന എമർജൻസി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. മിസോറിയിലെ ബട്ട്ലറിൽ കെട്ടിടങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. US മിഡ് വെസ്റ്റിലും തെക്ക് കിഴക്കൻ മേഖലകളിലും ഒറ്റരാത്രി കൊണ്ട് വീശിയടിച്ച ചുഴലിക്കാറ്റിനെ തുടർന്ന് 14 പേരോളം കൊല്ലപ്പെട്ടതായാണ് വിവരം. വൃക്ഷങ്ങൾ വീടുകൾക്ക് മീതെ കടപുഴകി വീണും വൈദ്യുത ലൈനുകൾ തകർന്നതും പോലീസ് റിപ്പോർട്ട് ചെയ്തു. 2 ലക്ഷത്തോളം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വൈദ്യുതി മുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. കാനഡ അതിർത്തിയിൽ നിന്നും 130 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ കാട്ടുതീ മുന്നറിയിപ്പും അധികൃതർ നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.